യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇന്ന് പുലർച്ചെ വരെ പോറ്റിയെ ചോദ്യം ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പോറ്റി കോൺഫിഡൻ്റ് ആണ്, പോറ്റി ആത്മവിശ്വാസത്തോടെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതാ ഇപ്പോൾ തൊട്ട് മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴും പോറ്റി ഫ്രഷായിരിക്കുന്നു. പോറ്റിയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഈ സർക്കാരിനുണ്ട്, ആരോഗ്യ കാര്യത്തിൽ കേട്ടോ, പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ നോക്കൂ, എന്തായിരിക്കാം പോറ്റിയെ മുന്നോട്ട് നയിക്കുന്നത്? കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്ററോഗേറ്റ് ചെയ്താൽ, ജോർജ് ജോസഫ് സാറിനറിയാം, ഇൻ്ററോഗേഷന് വിധേയമായിട്ടുണ്ടെങ്കിൽ ക്ഷീണിതനാവും. അതൊന്നുമില്ല, ഹീസ് എ ഫ്രഷ്. എന്തായിരിക്കാം കാരണം? 10 കള്ളന്മാർ ചേർന്ന് ഒരു ക്രൈം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ ടോർച്ചടിച്ച് കൊടുത്ത കള്ളന് നല്ല ധൈര്യം ഉണ്ടാവും. കാരണം അവൻ അത്രയ്ക്ക് ശിക്ഷ വരാൻ പോകുന്നുള്ളൂ, അവനറിയാം. പിന്നെ വലിയ വലിയ കൊള്ള നടത്തിയവർക്കാണ് പേടി. ഇവൻ ചുമ്മാ ടോർച്ചടിച്ച് കൊടുത്തേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ഒരു ധൈര്യം, ആത്മവിശ്വാസം ഒന്നും പോറ്റിയിൽ കാണേണ്ടതല്ല. ഞാനൊരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട വിഷയം, സർക്കാരിന് ഭരിക്കാം ഒരു ക്ഷേത്രം എന്നത് ദേവസ്വം നിയമം, ദേവസ്വം ബോർഡ് ഒക്കെ ഉണ്ട്. ഇതില് ഓഡിറ്റ് നടക്കാത്തത് വലിയൊരു കൊള്ളയാണ്. ഇപ്പൊ ആദ്യമായിട്ടൊന്നും പറഞ്ഞാൽ മുമ്പ് നമ്മുടെ ചർച്ചയിൽ ഇതേ വിഷയം പല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ഓഡിറ്റും ഇല്ലാതെ ദേവസ്വം ബോർഡിന്റെ സൗകര്യപ്രകാരം അവരുടെ ഒരു ഇന്റേണൽ മാറ്ററായിട്ട് കൊണ്ടു നടക്കുകയാണ് ക്ഷേത്രങ്ങളെല്ലാം. ക്ഷേത്രങ്ങളിലാവട്ടെ, ശബരിമല പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ വരുമാനം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അത്രയും വരുമാനം വരുമ്പോൾ ഈ വരുമാനം കൊണ്ട് ഇടുന്ന സാധാരണ ഭക്തർക്ക് ഇതെന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള അവകാശമില്ലേ എന്ന ചോദ്യത്തിന് ഇന്ന് വരെ ഒരു സർക്കാർ മറുപടി പറയുന്നില്ല. അപ്പോ ഇവിടെ ഓഗസ്റ്റ് 2019 ദ്വാരപാലകന്മാരുടെ മേലെ പൊതിഞ്ഞിരിക്കുന്ന കോപ്പർ പ്ലേറ്റുകളുടെ മേലെ സ്വർണം ഉണ്ടായിരുന്നത്. 14 പീസസ് ആണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തത്. ഞാൻ പറഞ്ഞത് വലിയൊരു കൊള്ള സങ്കേതത്തിന്റെ പ്രതീതിയാണ് ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളുടെ ചുറ്റിലും ഈ സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പൊ മേൽശാന്തിമാർ അവിടെ പോയി കഴിഞ്ഞാൽ അവര് ലോകോത്തര തമ്പുരാന്മാരാണ്. അതും പറയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. അവരിങ്ങനെ ഇപ്പൊ നടക്കിലോട്ട് കയറുന്ന സമയത്ത് പുറകിൽ പോറ്റിയെ പോലുള്ള സിൽബന്തികൾ മെല്ലെ കയറി കൂടുകയാണ്. ഇതിൽ എനിക്ക് നിഷ്പക്ഷമായ ചിന്താഗതിയാണ്. ഞാൻ പക്ഷേ രാഷ്ട്രീയ അല്ല നമ്മൾ പറയുന്നത്. അതായത് ക്ഷേത്രങ്ങളിൽ സർക്കാർ അനുവദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൊള്ളയുടെ ഭാഗമാണിതെന്നാണ് പറയേണ്ടത്. ദേവസ്വം ബോർഡിന് എങ്ങനെ, നേരത്തെ നമ്മുടെ ഉല്ലാസ് ബാബു ചോദിച്ച പോലെ, ഒരു ഒറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ചെയ്തു എന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വലിയ ബ്ലണ്ടറാണ്. നമ്മുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു വങ്കത്തരമാണ് സർക്കാർ പറയുന്നത്. ഒറ്റയ്ക്ക് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നു എന്നത് ശരിയാണെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ അടിച്ചു മാറ്റി നമുക്ക് വിശ്വസിക്കാം. ഒരൊറ്റ വ്യക്തിക്ക് എത്ര കെൽപ്പുണ്ട് നമുക്ക് കണ്ട അയാളുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല. ഒരാളുടെ കെൽപ്പ് എത്രയുണ്ട്, ഒരാൾക്ക് എത്രത്തോളം ഒരു കാര്യം നടത്താൻ കഴിയും എന്നൊക്കെ നമ്മൾ അയാളുടെ ലക്ഷണങ്ങളും അയാളുടെ ഭാഷയും കേട്ട അറിയില്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റി ജസ്റ്റ് ഒരു മിഡിൽമാൻ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കുന്നത് ലാഭം കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ എടുക്കുന്നു, അത് മാറ്റുന്നു, സ്വർണ്ണാംശം മാറ്റുന്നു, അതിൽ നിന്ന് വരുന്ന ലാഭത്തിൽ കുറച്ച് താൻ സ്വയം കമ്മീഷനായിട്ട് എടുക്കുന്നു, ബാക്കി ആരാണോ ഇത് ഏൽപ്പിച്ച് അവർക്ക് കൊടുക്കുന്നു. അയ്യപ്പന് കോപ്പർ മാത്രം മതി, സ്വർണം എന്ന് തോന്നിക്കുന്ന എന്തോ പൂശിയ കോപ്പർ മതി എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണക്കാരായ ചില ആളുകൾ യൂട്യൂബിലൊക്കെയുള്ള കമന്റുകളിൽ കാണാം, അയ്യപ്പൻ ഇതൊന്നും തടയാൻ ശക്തിയില്ലേ എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് പേമാരി വരുന്നു, പ്രളയം വരുന്നു, ആക്സിഡന്റുകൾ സംഭവിക്കുന്നു, ഇതൊന്നും തടയാൻ അവരുടെ ദൈവങ്ങൾക്കും ശക്തിയില്ലേ ചോദിക്കേണ്ടി വരില്ലേ? അപ്പൊ ദൈവത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ കർമ്മഫലം സമയം അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു വലിയ കൊള്ള ചെയ്യാത്തത്. ആ വിഗ്രഹം അവിടെ എടുത്തുകൊണ്ട് പോയിട്ട് പകരം വിജയൻ സാറിനെ വെക്കാത്തതിന്റെ കാരണം ഈ കർമ്മഫലം അതത് സമയങ്ങളിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എപ്പോഴാണോ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു പരിശോധന അനിവാര്യമാണ്. ആ ഒറിജിനൽ വിഗ്രഹം തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഐ എം നോട്ട് സ്പീക്കിംഗ് അഗൈൻസ്റ്റ് ദാറ്റ്. തീർച്ചയാണ് നമുക്ക് തമിഴ്നാട്ടിലെ അനുഭവമുണ്ട്. തമിഴ്നാട്ടിൽ പഴനിയിലെ മുരുകന്റെ വിഗ്രഹം അടിച്ചു മാറ്റിയ സർക്കാരാണ് ആ കാലത്തുണ്ടായിരുന്നത്. അതേ സമാനമായ ഒരു അനുഭവം ശബരിമലയിൽ ഉണ്ടോ, അത് തങ്ക വിഗ്രഹം തന്നെയാണോ ഇപ്പോഴും എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവിടെ കയറുന്ന ഒരു മേശാന്തിക്കോ തന്ത്രിക്കോ ഉള്ള അധികാരത്തിനേക്കാൾ ഇരട്ടിയാണ് ദേവസ്വം മാനേജർക്കും ദേവസ്വം ചെയർമാനും ഉള്ളത്. ഇപ്പൊ നമ്മുടെ ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോ നമ്മൾ പലരും പറഞ്ഞു ഇതൊക്കെ നടത്തട്ടെ, നല്ല കാര്യം, ഭക്തന്മാരെ സംഘടിപ്പിക്കട്ടെ. പക്ഷേ തൊട്ട് കുറച്ച് മുമ്പ് വർഷം വരെ, അതായത് 2018-19 പറഞ്ഞിരുന്നത് എന്താണ്, ഇതേ ശബരിമലയ്ക്കെതിരെ
ഏറ്റവും ക്രൂരമായ നിന്ദ്യമായ ആഭ്യന്തര വകുപ്പിന്റെ അക്രമം നടന്ന സ്ഥലമാണത്. എന്നിട്ട് ഇപ്പോൾ ഇവർ ഇത്രയും അയ്യപ്പ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ കാര്യമായ കാര്യം മറയ്ക്കാനുണ്ട് എന്നത് വ്യക്തമാണ്. അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് ദേവസ്വം ബോർഡിന്റെ അദ്ദേഹം പ്രശാന്ത് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചേ കണ്ടു. ഈ രക്തഹാരം ഇങ്ങോട്ട് ഒരു നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞ മാതിരി അയ്യപ്പ സംഗമം നടത്തി. രക്തസാക്ഷികളുടെ മണ്ഡപത്തിന് മുമ്പ് പോയിട്ട് കൈ ഉയർത്തുന്ന പോലെ അയ്യപ്പന്റെ ശരണം വിളിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. നോക്കണം, മനസ്സിലുള്ളത് അറിയാതെ പുറത്ത് ചാടി വരുന്നു പറഞ്ഞ പോലെ ഇവരുടെ മനസ്സിനകത്ത് ഈ മാതിരി ചിന്തകളേ ഉള്ളൂ. അപ്പൊ കൈ ചുരുട്ടിയിട്ടാണ് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുന്നത്. ആ പ്രസംഗം, പിണറായി വിജയൻ പ്രസംഗിച്ച പ്രസംഗം എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഒരു ആശ്രമം കത്തിച്ച സ്വാമി എഴുതി കൊടുത്തതുപോലെ ഉണ്ട്. അതിന് കേട്ടിട്ട് അതിന്റെ ഭാഷ കേട്ടിട്ട് ആശ്രമദാഹകാനന്ദ എഴുതി കൊടുത്ത പോലെ ഉണ്ട്. ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സഖാവ് പിണറായി വിജയൻ വായിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യവും മലയാളികൾക്ക് ഉണ്ടായി. പിന്നെ അതിന്റെ തൊട്ട് പിറ്റേന്നല്ലേ കോടതി എടുത്ത് അലക്കിയത്. അതെ കാലിക കുത്താണ്. അല്ല, അതിന് തൊട്ട് പിറ്റേന്നല്ലേ കോടതി. അപ്പൊ അയ്യപ്പന്റെ ശക്തിയാണ് ഞാൻ പറയുന്നത്. അതായത് എന്റെ പേരിൽ നിങ്ങൾ എന്ത് തരം ഫ്രോഡ് പണി കാണിച്ചാലും ഞാൻ അപ്പോൾ പുറത്ത് ജനശ്രദ്ധയിൽ കൊണ്ടുവരും എന്നതിന് തെളിവല്ലേ തൊട്ടു പിറ്റേന്ന് ഹൈക്കോടതി പറയാൻ കാരണം ഈ സ്വർണത്തിന്റെ കാര്യം എടുത്തിട്ടാകാം. അതിന്റെ മുകളിൽ കുരുങ്ങിയിട്ടാണ് ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്നത്. അത് മറയ്ക്കാൻ വേണ്ടി ഹിജാബ് വിഷയം. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒറ്റ കാര്യം നോക്കൂ, ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറയാൻ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? പീഠം കാണുന്നില്ല എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? എന്തൊക്കെ പറയാൻ? അല്ല, പീഠം കാണാനില്ലെന്ന വെളിപ്പെടുത്തലിൽ നിന്നാണല്ലോ ഇതെല്ലാം, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതെല്ലാം അതിന് പിറകെയാണല്ലോ ഇതെല്ലാം വരുന്നത്. കൊടുവള്ളിക്കാരുടെ സ്വർണം കടത്ത് പോലെയാണിത്. ഈ പെട്ടെന്ന് ഒരുത്തനെ തട്ടിക്കൊണ്ടു പോകുന്നു, ഉപദ്രവിക്കുന്നു, വഴിയിൽ ഉപേക്ഷിക്കുന്നു. എന്താ കാരണം? കൊടുക്കേണ്ട വിഹിതം കൊടുത്തില്ലെങ്കിൽ ആരും ഉപദ്രവിക്കപ്പെടും. ഇതൊരു കൂട്ടു ബിസിനസ്സാണ്. ഇവിടെ വിഹിത പ്രശ്നം മാത്രമാണ്, അല്ലാണ്ട് ഭക്തിയോ അയ്യപ്പനോട് സ്നേഹമോ ഒന്നുമല്ല. ഇവർ സ്വർണം വീതം വെച്ചതിലുള്ള പ്രശ്നത്തിൽ ഇയാൾ ടാർഗറ്റഡ് ആവുന്നത് കണ്ടപ്പോൾ അയാൾ പറ്റുന്നത് വിളിച്ചു പറഞ്ഞു, അത്രമാത്രം. ഇപ്പൊ എല്ലാവരും അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചപ്പോൾ നിൽക്കുകയാണ് തല തപ്പിക്കൊണ്ട്. അതുകൊണ്ട് ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ ചൂഷണ വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് സത്വര നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് ഇങ്ങനെയുള്ള ക്ഷേത്ര വിശ്വാസം തൊട്ട് തേമ്പിട്ടില്ലാത്തവർ തന്നെ തിന്നു തീർക്കുമെന്ന കാര്യം നമ്മൾ കാണേണ്ടി വരും. ഞാൻ പറയുന്നത് വിശ്വാസികളുടെ ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാവണം. കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് പരിധിയുണ്ട്. കോടതി നിരന്തരം അമ്പലത്തിലോട്ട് നോക്കിയിരിക്കുകയല്ല. നമ്മൾ ശബരിമലയിൽ പണം കൊണ്ടിടുന്ന വിശ്വാസികൾ ചിന്തിക്കണം, ഏതൊരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, അവർക്ക് എത്രത്തോളം ഇതിനോട് പ്രതിപത്തി ഉണ്ട്. യാതൊരു തരത്തിലും ദേവതാ സംവിധാനങ്ങളോടോ ദേവഭക്തിയോ ഇല്ലാത്ത ആളുകൾ ഇത് ഭരിച്ചു കഴിഞ്ഞാൽ എന്തും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മറ്റ് ഇതര മതസ്ഥരൊക്കെ അവരവരുടെ പണ്ഡിതന്മാരാണ് ഭരിക്കുന്നത്. അവരുടെ പള്ളികളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിനോട് യാതൊരു ഭക്തിയും ഇല്ലെങ്കിലും പരിപൂർണ നിന്ദാസ്വരത്തിൽ പറഞ്ഞാൽ പോലും ഭരിക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. ഇതിന് മാറ്റം വന്നേ പറ്റൂ. കാരണം ഇത് സ്വർണ്ണപ്പാളികൾ, ഇത് നോക്കൂ, വി ഹാവ് ജസ്റ്റ് ടച്ച് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ഈ ഐസ്ബർഗിന്റെ ഒരു അഗ്രം മാത്രം നമ്മൾ കണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളി വിഷയം. ഇത് ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പല ക്ഷേത്രങ്ങളിൽ നിന്നും ബാലുശ്ശേരി, ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട പരദേവതയാണ് ബാലുശ്ശേരി കോട്ടയിലെ സ്വർണം പോയിരിക്കുന്നു, ഏറ്റുമാനൂരപ്പന്റെ സ്വർണം പോയിരിക്കുന്നു. സകലമാന ക്ഷേത്രങ്ങളിലെയും സ്വർണം കൊള്ളയടിച്ചു വിരാജിക്കുന്ന ഒരു സർക്കാർ. ഞാൻ പറഞ്ഞു, ഈ സർക്കാരിനെ മാത്രമല്ല കേട്ടോ, CPM-ന്റെ ഒരു ദോഷമായിട്ട് മാത്രം ഞാൻ പറയില്ല. ഇത് തന്നെയാണ് കേരളത്തിൽ ഭരിച്ചിരുന്ന മുന്നണികളുടെ എല്ലാം ഒറ്റ ജോലി. അവരുടെ സമ്പത്തിന്റെ സോഴ്സ് മാത്രമാണ് ക്ഷേത്രങ്ങൾ. വിശ്വാസത്തിന്റെയോ വൈകാരികതയുടെയോ തലങ്ങളൊന്നും അവർ കാണുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല. ഇതിന് മാറ്റം വന്നേ പറ്റൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. വ്യക്തികളും ജനങ്ങളും ഇത് ചോദ്യം ചെയ്തേ പറ്റൂ. കാരണം ഇപ്പൊ ഹിജാബിന്റെ വിവാദം കൊണ്ടുവന്നതിനാണ്, കൃത്യമായിട്ട് ശബരിമല പൊന്തി വരാതിരിക്കാനാണ്. ഓരോ വിവാദം അപ്പുറത്ത് സൃഷ്ടിച്ചു നോക്കുകയാണ്. ഈ ശബരിമല വലിയ അയ്യപ്പൻ ഇവരുടെ പുക കണ്ടിട്ടേ അടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെ ചെയ്താലും ശബരിമല കൊണ്ട് ഇവർക്ക് വലിയ ദോഷം ചാരവശാൽ കാണുന്നു. ഇന്ന് പിടിച്ച ആൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യാതൊരു ഭയവും ഇല്ലാത്തതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ലാസ്റ്റ് പറഞ്ഞ വാക്ക് കേട്ടില്ലേ, എന്നെ കുടുക്കിയ എല്ലാവരും നിയമത്തിന് മുമ്പിൽ വരേണ്ടി വരുമെന്ന്. സത്യത്തിൽ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലീഷ് പറയില്ലേ, സ്കേപ്പ് ഗോട്ടാണ്. അതായത് സർക്കാർ എല്ലാ പഴിയും ഒരാളിൽ ചാർത്തി രക്ഷപ്പെടാൻ നോക്കുകയാണ് ദേവസ്വം ബോർഡ്. അത് നടക്കില്ല. അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ പല വമ്പന്മാരും ഉത്തരം പറയേണ്ടി വരും.